ഹായ്. ഹായ്. താനെന്താടോ ഒന്നും മിണ്ടാത്തേ? എന്താ പേടിച്ചിട്ടാ? പേടിയോ? എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു ധൈര്യമില്ലായ്മ. ആ ധൈര്യമില്ലായ്മക്ക് തന്നെയാണ് മലയാളത്തിൽ പേടി എന്ന് പറയുന്നത്. താൻ പേടിക്കൊന്നും വേണ്ട, ഞാൻ തന്നെ പേടി തിന്നൊന്നുമില്ല. താനിങ്ങനെ പേടിച്ചൊന്നും ഇതിന് ആൻസർ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പറഞ്ഞു. താനൊരു ഫ്രണ്ടിനെ പോലെ, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് ആവാം, എന്നിട്ട് സംസാരിക്കാം. ഫ്രണ്ട് ആകുമ്പം ഒന്നും കൂടി ഓപ്പണായിട്ട് സംസാരിക്കാമല്ലോ, അതല്ലേ നല്ലേ? ഓക്കെ ഫ്രണ്ട്സ്. ഇനിയെങ്കിലും തൻ്റെ പേടിയൊന്ന് മാറ്റി വെക്കടോ. ഈ സംസാരത്തിൽ ഞങ്ങൾക്ക് പേര് ചോദിക്കാൻ മറന്നുപോയി. തൻ്റെ പേരെന്താ? എൻ്റെ പേര് താൻവി കൃഷ്ണ. താൻവി, നല്ല ബ്യൂട്ടിഫുള്ളായ നെയിമാണല്ലോ. ഞാൻ ഈ താൻവിന് പകരം തനു എന്ന് വിളിച്ചോട്ടെ? തനു എന്ന് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എന്നെ വീട്ടിലും തനു എന്ന് തന്നെ വിളിക്കാറ്. തൻ്റെ പേരെന്താ? എൻ്റെ പേര് അഭിനവ് മോഹൻ. ഞാൻ അഭിയേട്ടാന്ന് വിളിച്ചോട്ടെ? കുഴപ്പമൊന്നുമില്ലല്ലോ. അഭിന്ന് വിളിച്ചോ? അഭിയേട്ടാന്ന് വിളിക്കണ്ട. അതുകൊണ്ടൊന്നും ഒന്നും ഉണ്ടായിരുന്നുണ്ടല്ലോ കേട്ടോ. എനിക്ക് ഏട്ടാന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. അതെന്താ ഇഷ്ടമില്ലാത്തേ? എനിക്ക് ആദ്യമേ ഏട്ടാന്നൊന്നും വിളിക്കുന്നത് ഇഷ്ടമല്ല. ഒരു ഏജ് മൂത്തല വിളിക്കുന്ന ഒരു ഇതല്ലേ, അതുകൊണ്ടാണ്. വേറെ എന്തിനുകൊണ്ടും അല്ല കേട്ടോ. തനു ഇപ്പം എന്താ പഠിക്കുക? ഞാൻ MBBS ഫൈനൽ ഇയറാണ്. അഭി എന്ത് ചെയ്യാ? ഞാൻ ആർമി ഓഫീസറാണ്. നേരിക്കും ആർമി ഓഫീസറാ? ആടോ, സത്യമായിട്ടും ഞാൻ ആർമി ഓഫീസറാണ്. എൻ്റെ ആർമി ഓഫീസേഴ്സിനെ ഇഷ്ടമല്ല? ആർമി ഓഫീസേഴ്സിനൊക്കെ ആർക്കെങ്കിലും ഇഷ്ടമില്ലാതാവോ? എനിക്കൊക്കെ ആർമി ഓഫീസറാകാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആർമി ഓഫീസറാവാൻ. എന്നിട്ട് എൻ്റെ ആർമി ഓഫീസറാവാതെ ഇപ്പോൾ ഡോക്ടറായേ? ഒരേ ഒരു പെൺകുട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ആർമിക്ക് വിട്ടില്ല. എൻ്റെ ഏട്ടന്മാർ രണ്ടാൾക്കാരും എയർഫോഴ്സിലാണ് ജോലി ചെയ്യുന്നത്, പക്ഷെ എന്നെ മാത്രമേ വർക്ക്. എനിക്ക് ബ്രദറുണ്ട്, പക്ഷെ രണ്ടാളും ഞാൻ കണ്ടില്ലല്ലോ. രണ്ടാളുകൾക്ക് ഏകദേശം ഒരേ ടൈമിൽ ലീവ് ഇട്ടില്ല, പക്ഷേ ഈ സമയത്ത് അവർക്ക് ലീവ് ഇട്ടില്ല, അതുകൊണ്ട് അവർ ഇവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു ആർമി ഓഫീസർ ഇത്ര അടുത്തും ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കാണുന്നത് തന്നെ. ഞാൻ സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ ആർമി ഓഫീസേഴ്സിന് ഇത്ര ഇഷ്ടമുള്ള പെൺകുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ആർമി പോകാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കേണ്ട ബഹളമൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കി, പക്ഷേ എന്നെ വിട്ടില്ല. ആ സമയത്ത് ഞാൻ എപ്പോഴും അപ്പനോട് പറയുന്നുണ്ട് ഞാൻ ഒരു ആർമി ഓഫീസറിനെ കിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഇവിടെ വന്നിങ്ങനെ പറയും. എൻ്റെ ഏട്ടന്മാർ രണ്ടാൾക്കാരും എയർഫോഴ്സിലായിട്ട് ആദ്യമായിട്ട് ഞാൻ ഗ്രീൻ യൂണിഫോമുള്ള ആർമിനെ എത്ര അടുത്ത് കാണുന്നത്. ആർമി ഓഫീസറായി നിങ്ങളെ എത്ര അടുത്ത് കണ്ടപ്പോൾ എത്ര സന്തോഷമുണ്ട് അറിയും. സത്യം പറഞ്ഞാൽ ആർമിസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഗേൾസ് ഭയങ്കര കുറവാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിനി ഗേൾസിന് ഭയങ്കര ഇഷ്ടമാണ് ആർമീസിനൊക്കെ, പക്ഷേ എൻ്റെ ഏട്ടനെ പെണ്ണ് കാണാൻ പോയ സമയത്തൊക്കെ ഉണ്ടായ അനുഭവം വെച്ചിട്ട് പറയാം, ഗേൾസിനൊന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അവൾക്ക് പേടിയാണ്. അവരെന്തുകൊണ്ടാണ് പേടിക്കണമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഏട്ടൻ കിട്ടിയത് ആർമി ഓഫീസറായിട്ടുള്ളൊരു ഡോക്ടറെ. ചേച്ചി ആർമിയിലാ? എനിക്ക് ചേച്ചിനെ പരിചയപ്പെടുത്തി തരുമോ? നിങ്ങളെ ഏട്ടനും ആർമി ഓഫീസറല്ലേ? ആടാ, എൻ്റെ ഏട്ടനും ആർമി ഓഫീസറാണ്. എൻ്റെ അമ്മ ആർമി ടീച്ചറാണ്. എന്തായാലും ഞാൻ പോകുമ്പോൾ എനിക്ക് ചേച്ചിനെ പരിചയപ്പെടുത്തി തരുന്നത്. എനിക്ക് ഇത്രയും വലിയ ആഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ചേച്ചിയുണ്ട്. തനു നിങ്ങളെ രണ്ടാളെയും താഴത്തേക്ക് വിളിക്കുന്നുണ്ട്. രണ്ടാളും വർത്താനം പറഞ്ഞ് കഴിഞ്ഞെങ്കിൽ താഴത്തേക്ക് ഇറങ്ങാൻ. അനു, ഞങ്ങൾ രണ്ടാളും ഇപ്പോൾ താഴത്തേക്ക് വരാം. ഇപ്പം എന്നെ വിളിച്ച ആളാരാ? അവളെ പേരാണ് അനാമിക. അവളെല്ലാവരും ഇവിടെ അനു എന്നാണ് വിളിക്കല്. ഞങ്ങളെ കസിൻസിൻ്റെ കൂട്ടത്തിൽ ആദ്യം കെട്ടിയതോളാണ്. ചെറുപ്പത്തിൽ ഞങ്ങളെല്ലാവരും കെട്ടിപ്പോയിട്ടേ ഞാൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കല്യാണമേ കഴിക്കില്ല എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ വലുപ്പത്തിൽ ആദ്യം കെട്ടിപ്പോയതോളാണ്. ഞങ്ങളുടെ ഫാമിലി ഭയങ്കര കോമഡിയല്ലേ. നമുക്ക് എന്തായാലും ഞാൻ താഴത്തേക്ക് ഓല് വിളിച്ചതല്ലേ, മക്കളെന്തായാലും സംസാരിച്ച് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് എൻഗേജ്മെൻറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യല്ലേ? ഋഷി, നമുക്ക് എന്തായാലും ഇന്ന് തന്നെ ഓലെ ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഓൻ ലീവ് കഴിഞ്ഞ് പോണതിൻ്റെ മുന്നേ നമുക്ക് എൻഗേജ്മെൻറ്റ് നടത്താം. അതിനപ്പം ഞാനോട് കല്യാണത്തിനെ വെച്ചൊന്നും ചോദിച്ചില്ല. ഓളിഷ്ടമാണ് നിൽക്കട്ടെ, എനിക്കോൾ ഇഷ്ടമായോ? എനിക്കോൾ ഇഷ്ടമായി, പക്ഷേ കല്യാണത്തിന് ഓള് സമ്മതം വേണ്ടേ? ഓള് സമ്മതമില്ല ഞാൻ ഓളെ കിട്ടൂല. അതിന് ഓക്ക് സമ്മതമല്ല എന്ന് എന്നോട് ഓള് പറഞ്ഞില്ലല്ലോ. പിന്നെ ഈ ഓളെ കണ്ടിഷ്ടപ്പെടാനായിട്ട് മുന്നേ അന്നെ ഓള് കണ്ടിഷ്ടപ്പെട്ട, അതുകൊണ്ടാണ് ഈ ലീവിന് വന്ന അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നത് തന്നെ. എന്ത്, ഇന്നൊക്കെ ഇഷ്ടമാണെന്നോ? ഇതൊക്കെ എപ്പം ചേച്ചി? ഇതൊക്കെ എപ്പോഴാണ് നടന്നേ? ഇതിനെ പറ്റി ഒന്നും എന്നോട് ചോദിക്കേണ്ട മോനെ, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ഒക്കെ അമ്മനോടൊന്ന് ചോദിച്ചു നോക്ക്. അമ്മയെങ്കിലും പറ, എപ്പോഴതൊക്കെ? അതൊക്കെ ഈ ഒഴിവിട്ടുമ്പോൾ ഈ ഓളൊന്നെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ആ സ്റ്റോറി ഞങ്ങളോട് ചോദിക്കണ്ടേ? അത് എന്തായാലും ലീവ് കഴിഞ്ഞ് അടുത്ത മാസം പോകും. അതിൻ്റെ മുന്നേ എന്തായാലും നമുക്ക് എൻഗേജ്മെൻറ്റ് നടത്താം. എന്നിട്ട് അടുത്ത ലീവിന് വരുമ്പോൾ കല്യാണം നടത്താം. കൃഷ്ണ അങ്ങനെ ചെയ്യില്ലേ? ഓ, ഈ എന്ത് തീരുമാനം എടുത്താലും കുഴപ്പമില്ല. എന്തായാലും കല്യാണമൊക്കെ നമുക്ക് വേഗം തന്നെ നടത്താം. നമുക്ക് അടുത്ത മാസം തന്നെ എൻഗേജ്മെൻറ്റ് നടത്താം. അടുത്ത മാസം കഴിഞ്ഞാൽ 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അടുത്ത ലീവിന് വരുമ്പോൾ നമുക്ക് കല്യാണം നടത്താം. നല്ലൊരു തീയതി നോക്കിയിട്ട് ഞാൻ വിളിച്ചു പറയുന്നുണ്ട്.
ആ ഓക്കേടാ, ഈ 4 തീയതി വിളിച്ച് പറഞ്ഞോണ്ടി. ചേച്ചി തനു നിങ്ങളെ പരിചയപ്പെടണമെന്ന്. ആര്? എന്നെയോ? സത്യം പറഞ്ഞാൽ ഈ എന്താ അവളോട് ഇന്നെ പറ്റി പറഞ്ഞേ? ഞാൻ നിങ്ങളെ വെച്ചുള്ളോടൊന്നും പറഞ്ഞില്ല. അവൾ ഇങ്ങോട്ട് ചോദിച്ചതാ പരിചയപ്പെടുത്തി തരുമെന്ന്. ചേച്ചിക്ക് വിശ്വാസമായില്ലേ? താനോട് തന്നെ ചോദിച്ചോക്ക്. തനു നീ ഇങ്ങോട്ട് ചോദിച്ചില്ല ചേച്ചിയെ പരിചയപ്പെടുത്തി തരുമെന്ന്? ഇല്ല ചേച്ചി, ആബി നിങ്ങളെ വെച്ചൊന്നും പറഞ്ഞതൊന്നുമല്ല. നിങ്ങൾ ആർമിയിലാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരുമെന്ന് ഞാൻ ആബിനോട് ചോദിച്ചതാണ്. ഓ അങ്ങനെ. ഞാൻ വിചാരിച്ചപ്പോൾ എൻ്റെ പറ്റി എന്തോ പറഞ്ഞപ്പോൾ ഇന്നെ കാണണം പറഞ്ഞാണ്. ചേച്ചി ഇപ്പം ജോലിക്ക് പോയില്ല? എന്നെ ഈ ചേച്ചിന്ന് വിളിച്ച് കഷ്ടപ്പെടുന്നു പറഞ്ഞാൽ താരാന്ന് വിളിച്ചാൽ മതി. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ജോലിക്ക് പോയില്ല. പ്രഗ്നൻസി കഴിഞ്ഞ് കയറി ഇനി എന്തായാലും ജോലിക്ക് പോകില്ല. ചേച്ചി പ്രഗ്നൻ്റ് കണ്ടിട്ട് മനസ്സിലായതേ ഇല്ല. എത്ര മാസമായി? എനിക്കിപ്പോൾ 8 മാസമായി. എൻ്റെ അങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. താര, അബി വാ പോവാം. തനു ബായ് ഇടാ. ഇനി നമുക്ക് എൻഗേജ്മെൻറ്റിന് കാണാം. ഓക്കെ താര ചേച്ചി, ഞാൻ എൻഗേജ്മെൻറ്റിന് കാണാം.